പുനലൂർ നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് നൌഷാദ് യൂനിസിനെ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചു. ലീഗ് സംസ്ഥാന നേതൃത്വം തീരുമാനം ജില്ലാ നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. പുനലൂർ നിയോജക മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് നൌഷാദ് യൂനിസിനെ പാർട്ടി പ്രഖ്യാപിച്ചതായി ഇവിടെ അറിയിക്കുകയാണ്. അദ്ദേഹം ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റാണ്. നേരത്തെ MLA ഒക്കെ ആയിട്ടുള്ള യൂനിസ് കുഞ്ഞ് MLAയുടെ മകൻ കൂടിയാണ് നൌഷാദ് യൂനിസ്. നൌഷാദ് യൂനിസാണ് പുനലൂരിലെ UDF സ്ഥാനാർത്ഥി. ഔദ്യോഗികമായ പ്രഖ്യാപനം പാണക്കാട് തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് ചടയമംഗലം സീറ്റ് കോൺഗ്രസിന് മത്സരിക്കും, അത് ലീഗ് ഏറ്റെടുക്കുന്നില്ല. ലീഗ് നേരത്തെ മത്സരിച്ച പുനലൂർ സീറ്റിൽ വീണ്ടും ലീഗ് മത്സരിക്കുകയാണ്. നൌഷാദ് യൂനിസാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. യൂനിസ് കുഞ്ഞ് കൊല്ലത്തെ വളരെ പ്രധാനപ്പെട്ട മുസ്ലിം ലീഗ് നേതാവായിരുന്നു. എന്ന് മാത്രമല്ല, കൊല്ലത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മുഖം കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് നൌഷാദ് യൂനിസ്. പുനലൂരിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതേസമയം അവിടെ കോൺഗ്രസ് സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥിയെ നിർത്തും എന്നതാണ് പ്രാദേശിക വികാരം. കണ്ണൻ നായരുടെ കണ്ണൻ, ഔദ്യോഗിക പ്രഖ്യാപനം വരുമ്പോൾ എങ്ങനെ? ഔദ്യോഗിക പ്രഖ്യാപനം വരുമ്പോൾ കൂടുതൽ സങ്കീർണമാവുകയാണ് പുനലൂരിലെ UDF സംവിധാനം. അതായത് പുനലൂരിൽ എന്തു തന്നെയായാലും കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി ഒരു റിബൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥി വരുന്ന സമയത്ത് മറ്റ് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മറ്റ് മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗും റിബൽ സ്ഥാനാർത്ഥികളെ നിർത്തും എന്നുള്ള ഒരു ഭീഷണിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നൌഷാദ് യൂനിസിനെ പാണക്കാട് തങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇവിടുത്തെ കശുവണ്ടി മേഖലയിലെയും മറ്റ് വിദ്യാഭ്യാസ മേഖലയിലൊക്കെ തന്നെ പ്രമുഖരായിട്ടുള്ള ഒരാളാണ്. യൂനിസ് മലപ്പുറത്ത് നിന്ന് ജയിച്ച 9ാം നിയമസഭയിൽ അംഗമായിരുന്ന യൂനിസ് കുഞ്ഞിന്റെ മകനാണ്. മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റാണ്. ഇപ്പൊ തന്നെ MSFിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി പിന്നീട് യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറിയുമായി, അതിനുശേഷം ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് പുനലൂരിൽ മത്സരിക്കാൻ പോകുന്നതും. അങ്ങനെ മത്സരത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു തർക്കവും വേണ്ട. അവിടെ പുനലൂരിലെ UDFിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. കാര്യം അവിടുത്തെ പുനലൂരിൽ മണ്ഡലത്തിൽ 2 ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളാണുള്ളത്. ആ 2 ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ, ഒന്ന് പുനലൂരും ഒന്ന് അഞ്ചലും, ഈ 2 ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളും ഐക്യകണ്ഠേന തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും റിബൽ സ്ഥാനാർത്ഥി നിർത്തും എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇപ്പോൾ അവിടെ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിൽ തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കോൺഗ്രസ് പറഞ്ഞിരുന്നത്, പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നത് 96-ന് ശേഷം അവിടെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉണ്ടായിട്ടില്ല. അവിടെ എപ്പോഴും മത്സരിക്കുന്നത് ഘടകകക്ഷികളാണ്. ഘടകകക്ഷികൾ വന്ന് പൂർണ്ണമായും തോറ്റ് പിന്മാറുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് മാറ്റം ഉണ്ടാകണം. കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഒരു നേട്ടം കോൺഗ്രസിന്, പ്രത്യേകിച്ച് UDFിന് പുനലൂരിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ സീറ്റ് പിടിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ആ സ്ഥലത്ത് അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർ പറഞ്ഞിരുന്നത്. സഞ്ജയ് ഖാനെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ള ഒരു നീക്കമായിരുന്നു ഭൂരിപക്ഷത്തിലും ഉണ്ടായിരുന്നത്. സൈമൺ അലക്സ് അടക്കം, ഉറുവുന്ന ശശിധരൻ അടക്കം, എരൂർ സുഭാഷ് അടക്കമുള്ള ആൾക്കാരുടെ പേരുകളും സജീവമായി തന്നെ ചർച്ചയിലുണ്ടായിരുന്നു. ഏറ്റവും സഞ്ജയ് ഖാൻ, കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള സഞ്ജയ് ഖാന്റെ പേര് തന്നെയായിരുന്നു. എന്നാൽ അതിന് ഒരു തീരുമാനം ഉണ്ടായില്ല. അതായത് ചടയമംഗലം സീറ്റ് കോൺഗ്രസിന്റെ തൊഴിലാളി നേതാവായിട്ടുള്ള ചന്ദ്രശേഖരന് വേണ്ടി INUC ദേശീയ നേതൃത്വം തന്നെ രംഗത്ത് വന്നിരുന്നു. ആ ഒരു പ്രശ്നം മൂലമാണ് ഇത്തരത്തിൽ ഒരു വെച്ചുമാറ്റം മറ്റു കാര്യങ്ങൾ നടക്കാതിരുന്നത്. കാര്യം മുസ്ലിം ലീഗിന് ഇന്ന് രാവിലെ നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവർക്ക് ചടയമംഗലത്തോട് വലിയ രീതിയിൽ താല്പര്യമുണ്ടായിരുന്നു.